അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പോക്കായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ ദിവസം ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ. ഇവിടെ വന്നിട്ട് ആകെ ബുദ്ധിമുട്ടുണ്ടായത് ഫുഡിൻ്റെ കാര്യത്തിലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ തിരിച്ചു പോണ ടൈമിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ഒരു ഹോട്ടൽ കണ്ടുപിടിച്ച് നോക്കുമ്പോൾ അടിപൊളി സദ്യയായിരുന്നു കേട്ടോ. നല്ല ലേറ്റ് ആയിട്ടാണ് കേട്ടോ ഫുഡ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതായത് നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ. ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ എയർപോർട്ടിലേക്ക് പോയിട്ടോ. എയർപോർട്ടിൽ ചെന്നതിന് ശേഷമാണ് ഫുൾ കോമഡി. ഇക്കല്ലാതെ വരില്ല, കാരണം ഇക്കാക്ക് വർക്ക് ആയതുകൊണ്ട് ഇക്കാക്ക് ഞങ്ങളെ കൂടെ വരാനും പറ്റില്ല വർക്ക് കഴിയാതെ. അപ്പോൾ ആകെ പ്രശ്നമായി, ഇച്ചു സീനായി. പിന്നെ ഫുള്ള് മാന്തലും ഒക്കെ കിട്ടി ഇച്ചുവിനായിട്ടുണ്ട് പോന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇച്ചു ശരിയായിട്ട് ഓക്കെ ആയി, ആൾ കൂളായി കയറി. പക്ഷേ ഫ്ലൈറ്റിൽ കയറിയതിന് ശേഷം പിന്നെയും കരച്ചിലായി. ഇക്കാനെ കാണണമെന്ന് പറഞ്ഞിട്ട് പപ്പയുടെ അടുത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഫുൾ കരച്ചിലായി. അതായത് കുറേ നാൾക്ക് ശേഷം കാണുകയും ചെയ്യുക, അത് കഴിഞ്ഞിട്ട് പെട്ടെന്നിട്ട് പോരും ചെയ്യല്ലേ. കുട്ടിക്ക് അതിൻ്റേതായ നല്ല സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ. ഇച്ചു വരാനാണ്ടപ്പോൾ എനിക്കും സങ്കടമായിട്ടോ. പിന്നെ എന്താ ചെയ്യാം, അങ്ങനെ നേരെ ഫുഡ് അടിച്ചിട്ടാട്ടോ വീട്ടിൽ പോയേ.